ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് നോമ്പിൻ്റെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നോമ്പൊക്കെ ഉഷാർ തന്നെയാണോ? അപ്പോൾ ഇവിടെ നമുക്കൊക്കെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നു. അങ്ങനെ നോമ്പ് 10 അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ, മാഷാ അല്ലാ. അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് നോമ്പൊക്കെ നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഉഷാറായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു ക്ഷീണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ. എന്തായാലും വേണ്ടില്ല, ഒരു ബുദ്ധിമുട്ടും കൂടാതെ നോമ്പ് 30 നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ നോൽക്കാനുള്ള ഭാഗ്യം പഠിച്ച തമ്പുരാൻ തരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇന്നൂസിനാണെങ്കിൽ 2 ദിവസം മുന്നേ ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു കേട്ടോ, പല്ലിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊരു കുരു വന്നിട്ടുണ്ട്. അപ്പോൾ പല്ലാരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട കേട്ടോ, അത് മിറിൻ്റെ കുടിച്ചതിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ. പക്ഷേ ഈ കുരു വന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ. ചിലരൊക്കെ പറയുന്നത് അത് പല്ല് വരാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഞാൻ നോക്കുമ്പോഴാണ് ഇത് പല്ലിൻ്റെ മുകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് മാറ്റമില്ലെങ്കിൽ ഒന്ന് കൊണ്ടുപോയി കാണിച്ച് നോക്കണം. അതിനാണ് ചെറിയൊരു വേദനയുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പറാണ്. കുറച്ച് ദിവസം മുന്നേ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നോമ്പ് തുറക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട്. അവക്കനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്നോടും കുട്ടികളോട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോകാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിക്കലും തൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അതാ ഞാൻ ആറിട്ടതൊക്കെ എടുത്തു വയ്ക്കുകയാണ്. മാത്രമല്ല ഇത് നോമ്പ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ വെള്ളിയാഴ്ച ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒക്കെ ജുമാക്ക് പോയതാണ്. പിന്നെ അതാ എൻ്റെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെയൊക്കെ ഫ്രൂട്ട്സ് മുന്നേ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ. മോന് നേരത്തെ മിറിൻ്റെ കുടിച്ച സമയത്ത് ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളായിരുന്നു കേട്ടോ. ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെയൊക്കെ ജുമാക്ക് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകാനുള്ളത് കുട്ടികളുടെ സ്കൂളിലേക്കാണ്. അവർ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇതേപോലെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാണ്ട് സ്കൂളിൽ പോയിട്ട് ഫീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ വിശേഷങ്ങളും പഠനത്തിലുള്ള ഓരോ മികവും കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ച് അറിയുകയും ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഇതാ ഫീസൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നെ ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടിയും അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടന്നു വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ ഇറക്കി തന്നിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദൈച്ചൂസിൻ്റെ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ടാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവർ മാറ്റമുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് അറിയില്ല കേട്ടോ എൻ്റെ ഇവിടെയുള്ള വീട്. അതുകൊണ്ട് തന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹോണിഡി കേട്ടപ്പോഴാട്ടോ ഞാൻ ഓടിയിട്ടുള്ളത്. അപ്പോഴേക്കും പിന്നെ ഇവിടെ എത്തി. ഞാൻ ഓനെ കൂട്ടി ഇങ്ങ് പോരുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ മുകളിലാട്ടെ ഞങ്ങളെ വീട്, ഫ്ലാറ്റിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഇതാ ഓൻ വന്നതിന് ശേഷം ഞാൻ ഫുഡൊക്കെ വാരി കൊടുക്കാണ് കേട്ടോ. ഇറച്ചിക്കറിയും പിന്നെ അതുപോലെ തന്നെ ചോറുമാണ് വാരി കൊടുക്കുന്നത്. സാധാരണ അങ്ങ് വന്നാൽ ഇതുപോലെ ഫുഡ് കഴിപ്പൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. ചോറൊന്നും കഴിക്കില്ല. ഇവിടെ വന്നാൽ പിന്നെ ഉമ്മൻ്റെ നിർബന്ധമായിട്ടോ ചോറ് കഴിക്കണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോറ് കൊടുക്കും. എല്ലാം ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ, സ്വൈര്യം തരില്ല. അങ്ങനെ എന്താ പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനിടെ കൂടി ഇവർ രണ്ടാളെ പണി എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കലാട്ടോ. ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി കൊടുക്കും, മറ്റേ ഫോട്ടോ എടുത്ത് കൊടുക്കും. പിന്നെ ഇവർ രണ്ടാളും സെയിം ഏജ് തന്നെ കേട്ടോ. 3 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. 3 മാസത്തേക്ക് എൻ്റെ മോനാണ് മൂത്തത്, പിന്നെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. ആ ടീഷർട്ട് ഇടാത്തതാണ് കേട്ടോ അനിയത്തിൻ്റെ മോന്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ ഇവരെ മെയിനായിട്ടുള്ള പരിപാടി വെച്ചാൽ ഇതൊക്കെ തന്നെ കേട്ടോ. അടികൂടും, അതുപോലെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവനല്ലാത്ത സമയത്തൊക്കെ ഒറ്റക്കാണലുള്ളത്. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര എനർജിയാണ് കേട്ടോ. ഇവർ വരുന്നതും നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഫോണിൽ ഗാലറി എടുക്കുകയും അതുപോലെ ഫോട്ടോ എടുക്കുകയും ഓരോ ആപ്പൊക്കെ എടുക്കുന്നുണ്ടായാലും നമുക്ക് അത്ഭുതമാണല്ലേ. കാരണം വെച്ചാൽ ഇവരുടെ പ്രായത്തിൽ നമുക്കൊന്നും ഇത് അറിയുകൂടില്ല. ഫോണെന്ന് പറയുന്നൊരു സാധനം തൊട്ട് നോക്കാൻ തന്നെ കിട്ടാറില്ല കേട്ടോ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ നല്ലോണം കാണുന്നത് തന്നെ കല്യാണത്തിന്, അതായത് എൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ കയ്യിൽ തന്നപ്പോഴാണ് കേട്ടോ. അതിനു മുന്നേ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ കോൾ ചെയ്യുമ്പോഴൊക്കെ ഉമ്മൻ്റെ ഫോണിലേക്കാട്ടോ വിളിക്കുക. ഉമ്മ കോൾ എടുത്ത് നോക്കിയിട്ട് ആരാണെന്ന് നോക്കിയിട്ടൊക്കെ തരുള്ളൂ കേട്ടോ. പക്ഷെ അത് വിശ്വാസമില്ലായിട്ടും കാര്യങ്ങളൊന്നുമല്ല. എന്താണെന്നറിയില്ല, അന്നത്തെ പേരൻസിന് കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടിക്ക് ഒരു ലൈസൻസും ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടവും അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പേരൻസുമാണ്. കുട്ടികളുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ നടന്നിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. മൊബൈൽ ഫോണിൻ്റെ യൂസേജും കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ പാരൻസ് അതിനൊന്നും റെസ്ട്രിക്ഷൻസും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ടല്ലേ. അപ്പോൾ ഞാനിതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സമൂസ പിന്നെ ഉന്നക്കായ് പോലെ എരിവിലാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അമ്മ നേരത്തെ കാലത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കാൻ മാത്രമുള്ളായിരുന്നേ. പിന്നെ അതെൻ്റെ ഫേവറേറ്റ് ചട്ടിപ്പത്തിരി.
ഇതൊക്കെ ഉമ്മ നേരത്തെ കാലത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴേക്കും ഇത് അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അനിയത്തി ഇതൊക്കെ മുറിക്കുകയാണ് കേട്ടോ. ഇന്നെക്കാട്ടി ഇക്കാര്യത്തിലൊക്കെ എക്സ്പേർട്ട് ഓൾ തന്നെയാണ് കേട്ടോ. പക്ഷേ എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്താ അവൾക്ക് ശ്രദ്ധ കുറവാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധ കുറവാണ്. എപ്പോഴും കൈ മുറിഞ്ഞവരാണ്. അതുപോലെ തന്നെ അവളെ കൈ ഇന്നും മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളിതാ മേശയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം താഴെ നമ്മൾ റെഡിയാക്കി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്, പായൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഇപ്പോഴേ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളത് പരിപ്പാക്കും. അതുകൊണ്ട് ഇതാ ബാങ്ക് കൊടുക്കാനൊരു 10 മിനിറ്റ് മുന്നേ നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കി ഒഴിച്ച് പിന്നെ ഈത്തപ്പഴമൊക്കെ ഇതാ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈത്തപ്പഴം തന്നെ 2-3 ബൗൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും ആവശ്യമില്ല, കാരണം നമ്മൾ ഓരോരുത്തരും ഓരോന്നല്ല കഴിക്കുകയുള്ളൂ. പക്ഷെ ഉമ്മൻ്റെ സമാധാനത്തിനാണ് കേട്ടോ ഇത്രയും വെച്ചിട്ടുള്ളത്. ഉമ്മക്കെല്ലാം കണ്ണ് നിറയെ കാണണം എന്നാണല്ലോ. പിന്നെ അതാ ചട്ടിപ്പത്തിരി, സമൂസ, പിന്നെ ഉന്നക്കായ് പോലെ നമ്മൾ എരിവിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നേ. സ്ഥലപരിമിതി നല്ലോണം ഉണ്ട് കേട്ടോ. ചെറിയൊരു ഹോളല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്ന് വെച്ചാൽ മേശയിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ ഇത്രയും ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാനും പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനും കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പായ വിരിച്ചിട്ട് താഴെ ആട്ടോ ഇരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് താഴെ എല്ലാവരും കൂടി പായ വിരിച്ചിരിക്കുന്ന ആ ഒരു സുഖം മേശയിലിരുന്ന് കഴിക്കുമ്പോൾ കിട്ടൂല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അധികം ആളുകളും നമ്മൾ പള്ളിയിലൊക്കെ നോമ്പ് തുറക്കുമ്പോൾ പായ വിരിച്ചിട്ടല്ലേ താഴെയല്ലേ ഇരുന്ന് കഴിക്കുക. അതാണ് അതിൻ്റെ ഒരു വൈബ് കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ആളുകളെല്ലാവരും മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോയി. നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഇക്കയും സജീർക്കൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡും കഴിച്ചതിന് ശേഷം കേട്ടോ പിന്നെ അവർ തറാവി നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പോഴേക്കും ഇതാ ഇവിടെ ആൾക്കാർ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അനിയത്തിൻ്റെ മോനും അതുപോലെ തന്നെ ഇച്ചൂസും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം വാപ്പാർ പോയാൽ പിന്നെ അപ്പോൾ ഇവർ ഓരോ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. പൊതുവേ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇച്ചൂസും അയാനും ഏകദേശം ഒരുപോലെ ആട്ടോ ആ ഒരു കാര്യത്തിൽ. വാശിയും കരച്ചിലും തുടങ്ങിയാൽ പിന്നെ പറയാൻ വേണ്ട. അങ്ങനെ എൻ്റെ ഫുഡ് അടിയും പിന്നെ പുഡിങ്ങൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇതാ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. ഉമ്മ കുറേ നിൽക്കാനൊക്കെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, നമ്മളെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പിന്നെ വന്നതിലും കൂടുതൽ ലഗേജും കൊണ്ടാട്ടോ തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇച്ചൂസിനെ കൊണ്ടുവന്നില്ല കേട്ടോ, ഓൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ രാത്രി ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് അങ്ങനെ ബൈക്കിൽ പോയി കൂടാലോ. പിന്നെ കുറേ സാധനങ്ങളുണ്ടല്ലോ കയ്യിൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചൂസിനെ അവിടെ നിർത്തിയിട്ട് നാളെ രാവിലെ വന്ന് കൂട്ടാന്നാട്ടോ വിചാരിക്കുന്നത്. ഓനാണെങ്കിൽ അങ്ങനെ അധിക ദിവസവും നിൽക്കൂല കേട്ടോ, രാവിലെ തന്നെ വന്ന് കൂട്ടേണ്ടി വരും. അങ്ങനെ ഇതൊക്കെ ആണ്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.